പിന്നെന്താ തീർച്ചയായിട്ടും ഇതൊരു 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അത് ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. അടിപൊളി. വേറെ എന്തെങ്കിലും വേണോ നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ. എനിക്ക് 4 മേലെ കയറണ്ടല്ലേ ഇത്? കയറും. പിന്നെ നമ്മൾ മാക്സിമം കൂട്ടി പറയാറില്ല. ഒരു 4 ലക്ഷം രൂപ നോർമൽ കയറും. പിന്നെ അതിന്റെ മുകളിലോട്ട് വേണ്ടവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. അതെ, ഇത് നമുക്കൊരു 3,90,000 രൂപയ്ക്ക് കൊടുക്കാം. 3,90,000. 2014 വണ്ടി അല്ലേ? 2015 ആണ്. സോറി 15 വണ്ടിയാണ് 3,90,000 കിട്ടുന്നത് കേട്ടോ. ഓക്കെ, 28 പേപ്പർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപ കൊടുക്കാം. 28 വരെ പേപ്പറുള്ള ആൾട്ടോ. മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു റീപ്ലേസും ഇല്ല എന്നുള്ളതാണ്. 12 ആണെങ്കിലും 2023 മോഡൽ. 23 ആണല്ലേ? ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതൊക്കെ ഫുൾ ലോണിൽ കൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും. 6 ലക്ഷം രൂപയാണ് ലോൺ കയറ്റി തരും. അത് വേറെ കാര്യം. 710 ഫുൾ ടോപ്പ് എൻഡ് ആണ്. ZXi പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി. ഇത്രയും കാണിച്ച വണ്ടികളിൽ ലോ ബഡ്ജറ്റ് ഉണ്ട്, വളരെ ലോ ബഡ്ജറ്റ് ഉണ്ട്, മിഡ് റേഞ്ച് ഉണ്ട്, കുറച്ച് ബഡ്ജറ്റ് കൂടിയ വണ്ടികളുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ചധികം നല്ല വണ്ടികൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല വണ്ടികളുമാണ്. അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇനിയിപ്പോൾ എന്തായാലും സ്കൂളൊക്കെ അടച്ച് എല്ലാവരും പിള്ളേരെയും കൊണ്ട് ടൂർ പോകാനൊക്കെ റെഡിയായി നിൽക്കുകയല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് വളരെ 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 ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ കാണിച്ചു തരാം. അതും കുറേ ഫുൾ ഓണൊക്കെ കിട്ടുന്ന വണ്ടികളുണ്ട്. ഞാനെന്നുള്ളത് നമ്മുടെ ട്രസ്റ്റ് ആൻഡ് റൈഡിലാണ്, നമ്മുടെ വടുവഞ്ചാലാണ്. വടുവഞ്ചാലിൽ നമ്മുടെ രജിബേട്ടാ വിശേഷങ്ങൾ കുറെ ആയി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസത്തിനടുത്തായില്ല നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട്. കാരണം ഇവിടുത്തെ ഒരു വീഡിയോ നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, കാരണം വയനാട്ടിൽ വണ്ടിക്ക് വില കൂടുതലാന്നൊരു ചീത്തപ്പേരുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അല്ലേ? ഇപ്രാവശ്യം നിങ്ങൾക്ക് ആ ഒരു സംഗതി ഞാൻ തീർത്ത് കാണിച്ചു തരാം. അത്രയും ക്വാളിറ്റി ഉള്ള കിടിലൻ വണ്ടികൾ കുറേ എണ്ണം അല്ലേ? ഒരുപാട് വണ്ടികളുണ്ട്. കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. 10-20 വണ്ടിയുടെ മേലെ ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഇനിയിപ്പോൾ ലീവും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല കുറച്ച് വണ്ടികൾ ഈ പറഞ്ഞ പോലെ വളരെ ലോ ബഡ്ജറ്റിൽ മാക്സിമം ലോണൊക്കെ ചെയ്ത് തരാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നല്ല നല്ല ഒരുപാട് വണ്ടികൾ കാണാൻ വേണ്ടി റെഡി ആയിരുന്നു അല്ലേ? നമുക്ക് ഈ ഒരു ഭാഗം അങ്ങ് പറഞ്ഞു കൊടുക്കാം അല്ലേ? പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ നിന്നുള്ള ഒരു i20 തന്നെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അതെ, ആദ്യത്തെ വണ്ടി തന്നെ എന്തായാലും i20 കാണിച്ചു തരാം കേട്ടോ. വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു i20 എടുക്കണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. ഇത് ഏതാ രജിബേട്ട മോഡലൊക്കെ? 2010 മോഡലാണ്. 10 ആണ്. അതെ അതെ. 2010 ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് ആകെ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2010 1 ലക്ഷം ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ ആണല്ലേ? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും. ഓൺഷിപ്പ് സിംഗിൾ ആണോ അതോ? ഓൺഷിപ്പ് ഇല്ല, രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 10 മോഡലും കൂടി അല്ലേ അല്ലേ? പിന്നെ ഒരു അഡ്വക്കേറ്റിന്റെ സിമ്മിലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട്. ഏതോ വക്കീൽ ഉപയോഗിച്ച വണ്ടിയാണെന്ന് തോന്നുന്നു. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയാണ്. പക്ഷെ ബോഡി വൈസ് ചെറിയ ചെറിയ സ്ക്രാച്ചുകളേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നുമില്ല. അതായത് വലിയ വലിയ പൊട്ടലും കീറലും നല്ല പറയുന്നത്. ബമ്പർ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതിപ്പോ വണ്ടി എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടില്ല. ടയർ 2 ടയർ പുതിയതാണ്. ഫ്രണ്ടിൽ 2 അപ്പോളോന്റെ പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. ബാക്കിൽ ആവറേജ് ആണ് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും ഇത് ഗ്രീൻ ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് മാറിയില്ല അല്ലേ? മാറിയിട്ടില്ല, റീപ്ലേസ്മെന്റ് ഇല്ല അല്ലേ? അടിപൊളി. അതായത് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണെന്ന് കൂടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇവിടേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ നോർമൽ 10 മോഡലും കൂടിയാണല്ലേ. ആ വിലക്ക് കൊടുത്തൂടെ നമുക്കിത്? പിന്നെന്താ തീർച്ചയായിട്ടും ഇതൊരു 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അത് ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം. അടിപൊളി. വേറെ എന്തെങ്കിലും വേണോ നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ. വെറും 1.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ കൊടുക്കാം. പിന്നെ അത് വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ i20 ഡീസൽ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം പണി വരും എന്ന് വിചാരിക്കാം. ഇത് പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ മെയിൻ്റെനൻസ് കുറവാണ്. ഇപ്പൊ നിങ്ങളൊരു പെട്രോൾ സ്വിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഏകദേശം ഒരു 12 മുതൽ 16 വരെ മൈലേജും കിട്ടും. മോശമല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. മോശമല്ലാണ്ട് ഉപയോഗിക്കാം. അത്രയും ലോ ബഡ്ജറ്റ്. അതെ, ഹുണ്ടായിയുടെ വണ്ടിയാണ്. യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതെ. പിന്നെ വേറൊരു കാര്യം മെയിൻ ആയിട്ട് പറയട്ടെ, പിന്നെ i20 ഒക്കെ പെട്രോൾ വണ്ടിക്കൊന്നും യാതൊരു കംപ്ലൈന്റും ഇല്ല കേട്ടോ. കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവാണ്. സുഖമായിട്ട് ഉപയോഗിക്കാം അല്ലേ കുറെ കാലം? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും 1.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ വണ്ടി വേണം നോക്കിക്കോളൂ. അടുത്തത് വാഗണർ ഏതാ മോഡല്? ഇത് 2010 മോഡലാണ്. 10 ആണല്ലേ? 2010 മോഡൽ. 10ന് ഇതിനൊരു ഗുണം പറയുകയാണെങ്കിൽ 4 ടയർ പുത്തൻ ടയർ കിടക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-17,000 രൂപ 4 ടയർ. പിന്നെന്താ തീർച്ചയായിട്ടും 16,000 രൂപ വരും. 4 രൂപ ഒരു ടയറിന്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2010 ആണെന്ന് കണ്ടാൽ എന്തായാലും പറയില്ല, അത്രയും നീറ്റാണ് വണ്ടി. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ബോഡി വൈസ് ഒന്നും കാര്യമായ സ്ക്രാച്ചസോ ഡെന്റോ ഒന്നുമില്ല. പിന്നെ മെയിൻ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പിന്നെ ഇത് K സീരീസ് എഞ്ചിനാ വരുന്നത്. 3 സിലിണ്ടർ ആണ്. അതുകൊണ്ട് ഒരു 18 കിലോമീറ്റർ വരെ മൈലേജ് കൺഫേമായിട്ടും കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഹൈവേയിലൊക്കെ പോകണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കിട്ടും. പിന്നെ 18 എന്തായാലും കിട്ടും. ലോങ് ഡ്രൈവിന് പോകുമ്പോൾ നമുക്ക് 18 കിലോമീറ്റർ കിട്ടും. പിന്നെ വേറെ ഒരു അപാകതയില്ല. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്, സെന്റർ ലോക്കും വരുന്നു. അതെ. അപ്പൊ അത്ര സാധനമാണ് LXയിൽ വരുള്ളൂ. പിന്നെ വലിയ 2 ഡോർ പവർ വിൻഡോന്റെ കുറവും പിന്നെ ഒരു ബാക്ക് വൈപ്പറും കുറവും അത്രയൊക്കെ തന്നെ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതെ. പിന്നെ ഈ പറഞ്ഞ 2 ഡോർ പവർ വിൻഡോ ഒക്കെ മാക്സിമം ഒരു 10,000 രൂപ ആവശ്യമുള്ളൂ. അത് നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾ ചെയ്തോളൂ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്കൊരു 2,10,000 കൊടുക്കാം. 2.10. അതൊരിക്കലും കൂടുതലാണ് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടയർ ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ചസോ ഡെന്റോ നിങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ ഒന്നും ചെയ്യണ്ട.
എഞ്ചിൻ പരമായിട്ടുള്ള സംഭവം എനിക്ക് ഫുൾ ഗ്യാരണ്ടി. അതൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ വണ്ടിക്കും നമ്മൾ ഗ്യാരണ്ടി പറയുന്നത്. എങ്ങനെ ഗ്യാരണ്ടിന്റെ നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കൊരു പോകുന്നത് വഴിക്കോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും മേജർ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് സർവീസ് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ കിലോമീറ്റർ നമ്മൾ പറഞ്ഞില്ലല്ലോ. കിലോമീറ്റർ ഇത് 1 ചില്ലറുണ്ട്, 1.10 അല്ലേ? ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഹിസ്റ്ററി ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ കേട്ടോ. വെറും 2,10,000 രൂപയ്ക്ക് നല്ലൊരു വാഗണറാണ്. അത് ന്യൂ മോഡലാണ്. ന്യൂ മോഡൽ വെച്ചാൽ 2018 വരെ ഇറങ്ങിയ മോഡലല്ലേ. ലോണ് നമുക്കൊരു 1.5 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ? ഒരു 10-60 അതിലൊക്കെ നെഗോഷ്യബിൾ ആണ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകിച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു 50,000 അത് എടുത്തുകൊണ്ട് പോകാം. അടുത്തൊരു നമ്മുടെ ബൊലേറോ. ഇതിലും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടയർ ഒന്ന് കാണിച്ചു കൊടുത്തത്, ഞാൻ വെറുതെ പറഞ്ഞതെന്ന് പറയണ്ട. 4 ടയർ അത്യാവശ്യം ഒരു 90% ടയർ ഉണ്ട് അല്ലേ? ടയറുണ്ട്. പുതിയ ടയറാ. അതെ അതെ. മോഡൽ ഏതാ? ഇത് 2014 മോഡലാണ്. 14 ഓക്കെ, അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ വൃത്തിയുണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കാരണം ബൊലേറോയിൽ സാധാരണ തുരുമ്പ് കാര്യങ്ങൾ സ്വാഭാവികമുള്ള റെസ്റ്റ്. പക്ഷെ ഇതിന് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഡോർ ബീഡിങ്ങോ കാര്യങ്ങൾ എവിടെയും റെസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടില്ല. ഇത് വേരിയന്റ് SLX. പിന്നെന്താ 4 ഡോർ പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സീറ്റ് കവർ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അതെ, ഇന്ത്യയിൽ ഒന്നും മോശമില്ല, നല്ല വൃത്തിയുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വണ്ടി എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ വില കുറച്ച് കിട്ടുന്ന ഒരു വണ്ടി. പിന്നെ മോഡലും ഉണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡീസൽ ആണ്. ഏകദേശം ഒരു 15 കിലോമീറ്റർ മൈലേജും കിട്ടും. ഇത് ഓട്ടോ എത്രയാന്ന് പറഞ്ഞല്ലോ? ഇത് 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. ഞാൻ വിശ്വസിക്കണോ? വിശ്വസിച്ച് എടുക്കാം. ഇതിനൊക്കെ എന്താ പറയാ, നമ്മൾ നമ്പർ ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലേ? അതായത് 2014 നിങ്ങൾക്ക് ഈ ഒരു സാധനം ഈ കിലോമീറ്റർ ഉള്ളത് വേറെ വളരെ റയർ ആയിട്ട് കിട്ടും. 87,000 ഓടിയ ഡീസൽ വണ്ടിയല്ല. പിന്നെ ഇത് നല്ല ക്വാളിറ്റി വണ്ടിയുണ്ട്. ഇതിൽ പെയിന്റ് ഒന്നും അങ്ങനെ റീപെയിന്റ് കാര്യമായിട്ട് കയറിയിട്ടില്ല. ടച്ചപ്പ് ഉണ്ട് എന്ന് വെച്ച് കാര്യമായിട്ട് നമുക്ക് കയറിയിട്ടില്ല. എന്ത് പ്രൈസ് വരും? ഇത് നമുക്കൊരു 5 ലക്ഷം രൂപയ്ക്ക്. 5 ലക്ഷം രൂപ. 14 വണ്ടിയാണ് നമ്മൾ കൂടി ആലോചിക്കണം കേട്ടോ. അതായത് സാധാരണ ഒരു 14 പിന്നെ സ്വിഫ്റ്റിന്റെ പൈസക്ക്. അതെ, 7 സീറ്റർ വണ്ടിയാണ്. പിന്നെ കൊണ്ടുപോയാൽ ഒന്നും ചെയ്യാനുമില്ല. സ്റ്റാൻഡേർഡ് വണ്ടി കൂടിയാണ്. ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാം അല്ലേ? കംപ്ലൈൻസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചെയ്തു തരാനുള്ളത് വൃത്തിയായിട്ട് ചെയ്തു തരും. പിന്നെ ലോൺ എത്ര വരും? ലോൺ നമുക്ക് 4 ലക്ഷം രൂപ ലോൺ കിട്ടും അല്ലേ? നമുക്ക് ട്രാക്ക് ഉള്ളവർക്കാണ് നമ്മൾ ലോൺ ചെയ്യുന്നത്. പിന്നെ ലോൺ നമ്മൾ ഒരുപാട് പറയുന്നില്ല, കാരണം അത് ലോൺ ആവശ്യക്കാർ മാത്രം ചെയ്താൽ മതി. അത് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ, അത് നല്ല പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർഡിയും കാര്യങ്ങളുള്ള സിബിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് 4 മേലെ കയറണ്ടല്ലേ? ഇത് കയറും. പിന്നെ നമ്മൾ മാക്സിമം കൂട്ടി പറയാറില്ല. ഒരു 4 ലക്ഷം രൂപ നോർമലി വരും. പിന്നെ അതിന്റെ മുകളിലോട്ട് വേണ്ടവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? 1 ലക്ഷം റുപ്യ കൊണ്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-20,000 രൂപ എടുത്താൽ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. ഇനി ഇന്നോവ, ഇതേതാ? ഇത് 2009 മോഡലാണ്. 9 ഒറിജിനൽ കേരള വണ്ടിയാണ്. ടൈപ്പ് 4 ആക്കിയതാണ്. ഈ ടൈപ്പ് 4 ആക്കുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോണറ്റ് മാറും, ബമ്പർ മാറും, ഹെഡ്ലൈറ്റ് മാറും, ഗ്രില്ല് മാറും. അതെ, ഇതൊക്കെ മാറി. ആക്സിഡന്റ് ഒന്നും അല്ല, പക്ഷെ ഇത് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി കിട്ടും. എത്ര ഓടിയുണ്ട്? ഇത് 2,60,000. 260 ഓടി അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ടൊയോട്ട വണ്ടി 260 എന്നൊക്കെ പറയുന്നത് അത്ര വലിയൊരു ഓട്ടമായിട്ട് ഞാൻ പറയില്ല ഒരിക്കലും. ഒരു 10 ലക്ഷമൊക്കെ സുഖമായിട്ട് ഓടുന്ന വണ്ടിയാണ്. 5 ലക്ഷം കമ്പനി തന്നെ ഗ്യാരണ്ടി പറയുന്നത്. അതെ. ഇതിൽ ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. ആ പഴയ മോഡൽ ഇന്റീരിയർ ആണ്, പക്ഷെ നല്ല വൃത്തിയുണ്ട്. പിന്നെ ടൈപ്പ് 4 ആക്കിയതാണ്. അതുകൊണ്ട് എന്താ ന്യൂ മോഡൽ ആയതുകൊണ്ട് വണ്ടി ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അതെ, അപാകതകളായിട്ട് എന്തെങ്കിലും ഇല്ല. ഇപ്പൊ നിലവിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. പിന്നെ ഇത് റിന്യൂവൽ എടുക്കാനായതാണ്. ഏകദേശം ഒരു 4-5 മാസം കഴിഞ്ഞാൽ റിന്യൂവൽ എടുക്കണം. എനിക്ക് തോന്നുന്നു ഇതിപ്പോ റിന്യൂവൽ എടുക്കാൻ വേണ്ടി കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്യണ്ട. കാണിച്ചാൽ മതി. കൊണ്ടുപോയി വണ്ടി കാണിച്ചാൽ ടാക്സ് അടച്ച് കാണിച്ചാൽ മതി. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 4,30,000 കൊടുക്കാം. 4,30,000. 2009 മോഡല് ടൈപ്പ് 4 2 സംതിങ് ഓടിയ വണ്ടി. ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. 4,30,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 4,30,000 അല്ലേ? അത് ലോൺ എത്ര കയറും? ലോൺ ഒരു 3.5 ലക്ഷം രൂപ ലോണും ചെയ്യാം. 3.5 വരെ കയറും ലോൺ ചെയ്യാം. അത് കുറഞ്ഞ ലോണാണ് പറയുന്നത്. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ മാക്സിമം കയറ്റി തരും. ഏകദേശം ഒരു 10-70,000 രൂപ കൊണ്ട് വന്നാൽ കൊണ്ടുപോകും അല്ലേ? തീർച്ചയായും. ഇനി റിറ്റ്സ് ആണെങ്കിലോ? ഇത് 2015 മോഡൽ. 15 15 പെട്രോളോ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. പെട്രോളാണ്. VXI. ഇത് ഓട്ടോക്ക് എത്രയാ? ഇത് 57,000 കിലോമീറ്റർ ഓടി. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? കുറഞ്ഞ കിലോമീറ്റർ ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതുപോലെ സർവീസ് ബുക്കും സെക്കൻഡ് കീ എല്ലാം ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാര്യമായ ഒരു പ്രശ്നമില്ല. അടിപൊളി സീറ്റ് കവർ ഉണ്ട്. VXI ആയതുകൊണ്ട് ഫോട്ടോ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ടയർ ഭാഗം ബാക്കിൽ 80 ഉണ്ട്, ഫ്രണ്ടിൽ ഒരു 60 കൂട്ടിയാൽ മതി അല്ലേ? അതെ, 60% ടയർ കൂട്ടി. അതായത് ഒരു 10,000 കിലോമീറ്റർ കൺഫേം ആയിട്ട് ഓടിക്കുക. അതിനുശേഷം നിങ്ങൾ മാറുന്നതിനെ കുറിച്ച് 20,000 കിലോമീറ്റർ മുകളിൽ ഓടിക്കുക അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 3,90,000 രൂപയ്ക്ക് കൊടുക്കാം. 390. 2014 വണ്ടി അല്ലേ? 2015 15 ആണ്. സോറി.
15 വണ്ടിയാണ് 390 കിട്ടുന്നത് കേട്ടോ. ഫുൾ ലോൺ കയറുമല്ലോ അല്ലേ? ഇത് ഫുൾ ലോൺ കയറില്ല, ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് 3.5 വരെ. അതെ, 40 രൂപ കാണണം. 40 രൂപ ഉണ്ടായിരുന്നു. ഒരു ഇറ്റ്സ് നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, പിന്നെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഈ ബജാജിലൊക്കെ ഈ പ്രീ അപ്രൂവ്ഡ് ലോണുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ 0 ഇൻട്രസ്റ്റിലൊക്കെ വേണമെങ്കിൽ ഇത് ഫുൾ ലോൺ ഇപ്പോൾ 4 ലക്ഷം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എടുത്തു അങ്ങനെ വേണമെങ്കിൽ നോക്കിക്കോളൂ. അത് നല്ലൊരു ഓപ്ഷൻ ആണ്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയോ. അതുപോലെ തന്നെ ഈ റിച്ച് ആണെങ്കിലോ ഇത് 2014 മോഡലാണ്. 14 അതെ. ഇത് ഡീസൽ പെട്രോളോ? ഇതും പെട്രോളാണ്. പെട്രോൾ ലിമിറ്റഡ് എഡിഷൻ വരുന്നത്. ലിമിറ്റഡ് വരുമ്പോൾ അതിന്റെ ബോണറ്റിലൊക്കെ ഒരു കളർ ചേഞ്ച്, ബോണറ്റ് അല്ല ഡാഷിലൊക്കെ കളർ ചേഞ്ച് വരും അല്ലേ? VXI. ഓക്കെ. എത്ര ഓടിയുണ്ട് ഇത്? 87,000 കിലോമീറ്റർ. 87. അതും വലിയ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. RC ഓണർ 4 ആയിട്ടുണ്ട്. 4 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ പുതിയതാണ്. അത് വേറൊരു കാര്യം പറയണ്ട, അലോയ് വീലും 4 അപ്പോളോന്റെ പുത്തൻ ടയറുണ്ട്. ആ ടയർ ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ ടയർ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ വെറുതെ പറയുന്നതാണ്. 4 പുത്തൻ ടയറും കിടക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വേറെ ഒന്നും പറയാല്ല, മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ഫിറ്റാ. ഈ പെട്രോൾ വണ്ടി പിന്നെ മെക്കാനിക്കലിന്റെ കാര്യം നമുക്ക് പോലും പറയേണ്ട ഒരു ആവശ്യമില്ല. അതെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 3,65,000 രൂപയ്ക്ക് കൊടുക്കാം. 3,65,000 കൊടുക്കാം. 3.25 ലോൺ കയറും. 3.25 ഒരു 10,40,000 രൂപ നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം. അതായത് 2014 മോഡലിനും കൂടി ആലോചിക്കണം. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ക്ലീൻ വണ്ടികളാണ്. വളരെ ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന കോട്ടറാജറ്റ് എഞ്ചിൻ വരുന്ന ഒരു മനസ്സ്. അതായത് എനിക്ക് കഴിഞ്ഞ ദിവസം ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. ഞാൻ അത് ആരാന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ആരോ എന്നോട് മനസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇത് 2011 മോഡലാണ്. കോട്ടറാജറ്റ് ആണ്. 2011 കോട്ടറാജറ്റ് ഡീസലാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അതായത് നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ മൻസ എന്ന് പറയുമ്പോൾ ഡിക്കി സ്പേസ് ഒക്കെ നല്ല അടിപൊളി സ്പേസ് വരും. ഏകദേശം നമ്മുടെ സ്വിഫ്റ്റിന്റെ സെയിം എഞ്ചിനാണ്. 5 കിലോമീറ്റർ മൈലേജും കിട്ടും അല്ലേ? ഇത്രയും ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും 18-20 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. അതെ. ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റാന്റെ ഇൻഡിക്ക ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. പിന്നെ ഇന്റീരിയറൊക്കെ ഒരു കമ്പനി വന്ന സീറ്റാണ്. ഇത് എന്താ പറയുക, ഒരു ഇന്റീരിയറൊക്കെ ആ കമ്പനി സീറ്റ് ആയതുകൊണ്ട് ഒരു ആവറേജ് വൃത്തിയ സീറ്റിനുള്ളൂ. ഒരു സീറ്റ് അവർ ഇട്ട ഉഷാറായി അല്ലേ? പിന്നെന്താ, എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ. ഇത് ഫുൾ ഓപ്ഷനാണ്. കാരണം അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് കേട്ടോ. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2011 മോഡലാണ്. 11 അല്ലേ? അതെ. ഓട്ടോ എത്രയാ? ഇത് ഓട്ടം 1 ചില്ലറയുണ്ട്. 40. അത് കറക്റ്റ് ജെനുവിൻ അല്ല. വണ്ടീന്റെ ക്വാളിറ്റി നോക്കിയിട്ട് എടുത്തോ. കാരണം ഇതിന്റെ ഒന്നും ഹിസ്റ്ററി ഒന്നും കിട്ടില്ല. പിന്നെ ആരും ഇതൊന്നും കമ്പനി കയറി സർവീസും ചെയ്യൂല. പിന്നെ നമ്മള് തുറന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഹിസ്റ്ററി കറക്റ്റ് അല്ല. അപ്പൊ നിലവിൽ കിലോമീറ്റർ കുറവല്ല. കറക്റ്റ് അല്ലാന്ന് തന്നെ പറയൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ആ ഒരു കണ്ടീഷനിൽ വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. പിന്നെ ആ വിലക്കാണ് തരുന്നത്. ഇത്രയും വലിയ വണ്ടി തൂക്കി വിറ്റ് എന്ത് വില കിട്ടും? ഇത് തൂക്കി വിറ്റത്തിന് ഒരു 50,000-60,000 കിട്ടും അല്ലേ? ഇത് 1,10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1.10 ലോൺ കയറുമോ? ലോൺ കയറും. എത്ര കിട്ടും? ഒരു 50 രൂപ ലോൺ. 50 രൂപ ലോൺ കിട്ടും. അടിപൊളി. അപ്പോൾ ഒരു 50,000 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾ കയ്യിൽ കണ്ടുവരികയാണ്, നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ നെഗോഷ്യബിളായി കൊടുക്കണം കേട്ടോ. പിന്നെന്താ, തീർച്ചയായിട്ടും കൊടുക്കാം. നിങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് കൊടുത്തിട്ടില്ലേ? എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും തരും കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാം, അതായത് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കൂലേ എന്നൊക്കെ കുറേ കമന്റുകൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ എല്ലാവർക്കും തരും കേട്ടോ. പക്ഷെ എല്ലാം കണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതാണ് പറയുന്നത്. 1,10,000 രൂപയ്ക്ക് 50,000 രൂപ ലോണിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. ഡീസൽ വണ്ടിയാണ്. അടുത്തത് ലോ ബഡ്ജറ്റ് വണ്ടി. പിന്നെ മോഡൽ ഏതാ? ഇത് 2007 മോഡലാണ്. 7 ഇത് 7/27 വരെ പേപ്പറുള്ള. ഓൾറെഡി എടുത്തായിരിക്കുമല്ലോ അല്ലേ? അതെ. റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. 27 വരെ പേപ്പർ ഉണ്ട്. ഇത് AC മാത്രമുള്ള വണ്ടിയാണ്. അതായത് പിന്നെ LX ആണ്. അതെ. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല കേട്ടോ. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. മോശമൊന്നുമില്ല. ഇന്റീരിയർ സീറ്റ് കവറും വൃത്തിയുണ്ടല്ലോ അത്യാവശ്യം. സീറ്റ് കവർ കുഴപ്പമില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്. കാര്യം പറയാം, ഇതും നിങ്ങൾ ഈ കിലോമീറ്റർ ജെനുവിൻ അല്ല, അത് ഹിസ്റ്ററി ഒന്നും കിട്ടൂല. ഇതൊക്കെ 1 ലക്ഷം കിലോമീറ്ററിന് അടുത്ത. പിന്നെ ഈ പെട്രോൾ വണ്ടി അതിനെ മാത്രം ഓടൂല. പെട്രോൾ വണ്ടി സാധാ ഈ ചെറിയ ഓട്ടക്കാരെടുക്കുക. അല്ല, ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഹിസ്റ്ററി കിട്ടാത്ത ഒന്നും നമുക്ക് ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റൂല. 2007 മോഡൽ വണ്ടിയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ആ ഒരു രീതിക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളുണ്ട്. ഇവിടെ വരിക, രജിവരനെ കാണുക. മാക്സിമം നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊണ്ടുപോയി നോക്കുക. അതെ. എന്നിട്ട് പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ പഠിക്കേണ്ട ആളുകൾക്കോ അങ്ങനെയുള്ളവർക്കോ ഒക്കെ കൊണ്ടുപോകാൻ അത്യാവശ്യം ലോങ് ഒക്കെ പോകാനും കുഴപ്പമില്ല. മാരുതിന്റെ ഓൾട്ടോ അല്ലേ, ഇന്ന് വരെ വഴി കിടക്കുന്ന
നടക്കാത്ത വണ്ടികളെല്ലാം ഒന്നല്ലേ. അതെ അതെ, ഏറ്റവും കൂടുതൽ വിറ്റ് പോയ വണ്ടികളിൽ ഒന്നാണ്. പാർട്സ് ഒക്കെ അത്രയും ചീപ്പായിട്ട് കിട്ടും. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് ഒരു 85 രൂപയ്ക്ക് കൊടുക്കും. 85. 2007 വണ്ടിയാണ്. 2007 27 വരെ പേപ്പർ ഉണ്ട്, AC ഉണ്ട്, വർക്കിംഗ് ആണ്, ടയർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്, മെക്കാനിക്കൽ നിലവിലെല്ലാം. ഈ ബോണ്ട് മാറിയിട്ടുണ്ടോ? ഇല്ലില്ല, ഇത് മാത്രം ഗ്ലാസ് മാറിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നോക്കിക്കോ, 85,000 രൂപയ്ക്ക് ലോൺ കയറുമോ? ലോണ് ഒരു 50 രൂപ ലോൺ ചെയ്ത് കൊടുക്കും. അത് സേട്ടു ആണ് കേട്ടോ. സേട്ടുവിനെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അത് കാരണം അത് എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വണ്ടി എടുക്കാൻ ആഗ്രഹത്തോടെ നടക്കുന്നുണ്ട്, മാസം ഒരു 10,000-3000 രൂപ അടയ്ക്കാൻ പറ്റുന്നുള്ളവർ വേണമെങ്കിൽ എടുത്തോളൂ, അത് നിങ്ങളുടെ റിസ്കിൽ എടുത്തോളൂ. ഒരു കാരണവശാലും ഞാൻ പറയുള്ളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് നമുക്ക് വരുന്നത് സ്പാർക്ക് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. സ്പാർക്ക് 2010 വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? അടിപൊളി, നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാനാണെങ്കിലും. അതായത് ഈ പറഞ്ഞ വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ചെറിയ ഫാമിലിക്ക് കാറ് വേണമെന്ന്, അതായത് ബൈക്കിൽ നിന്നൊന്ന് മാറി 4 പേർക്ക് പോവാം, AC ഇട്ട് പോവാം, പവർ ഷെയറിംഗും ഉണ്ട്. പവർ വിൻഡോ ഉണ്ടോ? പവർ വിൻഡോ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ്. 2 ഡോർ ഉണ്ട്. അടിപൊളി, അത്യാവശ്യം നല്ല വൃത്തിയുള്ള. അതിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടുപോയിക്കോട്ടെ. ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ നീറ്റ് ആണ്. എന്തെങ്കിലും അപാകതയായിട്ട് പറയാനുണ്ടോ? അപാകത ഒന്നുമില്ല, മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്, AC കാര്യങ്ങൾ വർക്കിംഗ് ആണ്. ടയർ ഭാഗങ്ങളും കുഴപ്പമില്ല. ഫ്രണ്ടിലും ബാക്കിലും ഏകദേശം ഒരു 70% കൂട്ടിക്കോട്ടോ. അതായത് 2010 മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ബോണറ്റ് മാറിയിട്ടില്ല, സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. എന്ത് വിലയ്ക്ക് കൊടുക്കാം നമുക്കിത്? ഇത് നമുക്കൊരു 90 രൂപയ്ക്ക് കൊടുക്കാം. 90,000 രൂപയ്ക്ക് കൊടുക്കാം. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? 10 2010 മോഡൽ. 10 മോഡലാണ്. അപ്പോൾ അത്യാവശ്യം മോഡലും ഉണ്ട്. സിംഗിൾ ഓണറുമാണ് ഈ ഒരു ഇതിൽ. സിംഗിൾ ഓണറാണ്. പിന്നെ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. നല്ലൊരു ക്വാളിറ്റി. ബ്ലാക്ക് കാർ ആയതുകൊണ്ട് ആ ഒരു മൈന്യൂട്ട് സംഗതികൾ അതിലുണ്ട്, പറഞ്ഞേ ഉള്ളൂ. 90 രൂപയ്ക്ക് ലോൺ കയറുമോ? ലോണ് ഇതിനൊക്കെ നമുക്ക് ലോൺ കുറവാണ് കൊടുക്കുന്നത്. പിന്നെ സേട്ട് ലോണാണ് നമ്മൾ പറയുന്നത്. ആവശ്യക്കാര് വേണമെന്നുണ്ടെങ്കിൽ ലോൺ ഇട്ടാൽ മതി, ഒരു കാരണവശാലും ഇടരുത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിട്ട് പൈസ തികയാത്തവരുണ്ടെങ്കിൽ ഇട്ടോളൂ, അത്രേ മാത്രമേ ഉള്ളൂ. ഓക്കെ, വണ്ടി AC ഒക്കെ ഇട്ട് പോവാലോ, ഈ വെയിലും ചൂടൊക്കെ അല്ലേ. 5 പേർക്ക് പോവാലോ, അതിന് വേണ്ടി വേറെന്താ. ഇനി അൾട്ടോ ഏതാ മോഡൽ? ഇത് 2010 മോഡലാ. 10 ആണ്. അതെ, അതായത് അത്യാവശ്യം നല്ല പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. അതെ, നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ടിലെ 2 ടയർ 90% ഉണ്ട്, ബാക്കിൽ ഒരു 80% ഉണ്ട് അല്ലേ? ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് റീപ്ലേസ് ഉണ്ടോ രജിവേട്ടാ? റീപ്ലേസ്മെന്റ് ഒന്നും മാറിയിട്ടില്ല അല്ലേ? മാറിയിട്ടില്ല. അതായത് ഈ ബോണ്ടൊക്കെ കാണുമ്പോൾ തന്നെ ആ ലൈനൊക്കെ അത്രയും ക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. സ്ക്രാച്ചസോ ഡെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓട്ടം ഒന്നിന്റെ മേലെ ഓടി ഉണ്ടാവും? ഒന്നുമില്ല, ആകെ 43,000 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അത് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിക്ക് വെച്ച് 43 ഓടിയതിന്റെ ആ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഹിസ്റ്ററി വെച്ച് 14 വർഷം പഴക്കമായ വണ്ടിയല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ ഹിസ്റ്ററി നമ്മൾ ഗ്യാരണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അതായത് 43 കിലോമീറ്റർ ഓടിയ മേഖലയിലുള്ള ആളാകുമ്പോൾ ഈ സാധനം ഓടിച്ചു നോക്കി അറിയാലോ എന്താ കിലോമീറ്റർ. ഏകദേശം ജെനുവിൻ കിലോമീറ്റർ 43,000 ഓടിയിട്ടുള്ളൂ. അടിപൊളി. എന്തായാലും ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ടയറൊക്കെ ഒരു 90% നല്ല പുതിയ ടയറാണിത്. പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലീൻ വണ്ടി. അതെ, ലോ കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. കിലോമീറ്റർ ജെനുവിൻ ആണെങ്കിൽ ഇത് മുതലാണ്. എന്ത് വിലയ്ക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. 1,35,000. 10 മോഡൽ വണ്ടി. അത് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഒരു 90,000 രൂപ നമുക്ക് ലോണും ചെയ്തു കൊടുക്കും. ലോണും ചെയ്യാം അല്ലേ? അതെ, നല്ല നീറ്റ് വണ്ടി. ആർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും. മെക്കാനിക്കലൊക്കെ നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്. എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒരു 1 മന്ത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ധൈര്യമായിട്ട് എടുത്തോട്ടെ. ഇതൊക്കെ അതിന് മാത്രം ഒരു കംപ്ലൈന്റ് വരാനുമില്ല. പിന്നെ 1,35,000 നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ. ഇപ്പൊ പറഞ്ഞ എല്ലാ പ്രൈസും നെഗോഷ്യബിൾ ആണ്. ഒരു കടുംപിടുത്തവും ഇല്ല. വണ്ടി എടുക്കാൻ ആഗ്രഹത്തോടെ വരുന്ന ഒരാളെ നജീബേട്ടൻ ഒരു കാരണവശാലും നിരാശപ്പെടുത്തി വിടില്ല. അത്രേ ഉള്ളൂ, നോക്കിക്കോളൂ കേട്ടോ. ഇനി ഒരു സെൻ എസ്റ്റിലോ ഉണ്ടല്ലോ. ഇത് 2007 മോഡലാ. 2007 എസ്റ്റിലോ ആവറേജ് വൃത്തിയുള്ള വണ്ടിയാണ്. അതെ അതെ, ഓവർ പറയാനില്ല. DXi ആണ് വരുന്നത്. അതായത് 4 ഡോർ വണ്ടിയാണ് അല്ലേ? ഫുൾ ഓപ്ഷൻ. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, നല്ല സീറ്റ് കവർ എല്ലാം ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. ടയർ ഭാഗങ്ങളാണെങ്കിൽ ഒരു 70% ഉണ്ടോ. ഓടിക്കാനുള്ള ഒരു 10,000 ഒക്കെ സുഖമായിട്ട് ഓടിക്കാം. റീപ്ലേസ് ഉണ്ടോ ഇതിന്? റീപ്ലേസ്മെന്റ് ഇല്ല. 7 പറഞ്ഞ മോഡൽ. 2007. മെയിൻ ഗ്ലാസ് പോലും 27 വരെ പേപ്പറും ഉണ്ട് അല്ലേ? പിന്നെ ഇതിനകത്ത് ഇതൊന്ന് വൃത്തിയാക്കാൻ മീൻസ് ഒന്ന് ടച്ച് ചെയ്താൽ ഹെഡ്ലൈറ്റ് ഒന്ന് അത്ര തന്നെ ഉള്ളൂ. നല്ല വൃത്തിയാവും. അതെ അതെ അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയല്ലേ, അതും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് ഒരു 95,000 രൂപയ്ക്ക് കൊടുക്കാം. 95 കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച വാഗണർ ഇല്ലേ, ആ സെയിം സാധനമാണ്. സെയിം എഞ്ചിനും കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസം. പിന്നെ ഇതിന്റെ ഈ ലുക്ക് ഇങ്ങനെ ആയി പോയിന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. വാഗണറിന്റെ സെയിം വണ്ടിയാണ്, അത്യാവശ്യം മൈലേജും കിട്ടും. 90,000 രൂപയ്ക്ക് ഇത് കൊണ്ടുപോകാം. 50 രൂപ എന്തായാലും ലോണും കയറും. ലോണും ചെയ്തു കിട്ടുമായിരിക്കും. 50-60 രൂപ ലോൺ ചെയ്യാം അല്ലേ? അടിപൊളി. 4 ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്ന 2007 വണ്ടി. ഒന്ന് നോക്കിക്കോളൂ. ഇനി ഡീസലാണോ സ്വിഫ്റ്റ്? ഇത് ഡീസലാണ്. ഡീസലാണ്. ഇതിനകത്തൊരു കാര്യം പറഞ്ഞാൽ കേട്ടോ, 4 ടയർ 90% ഉണ്ട്, വിത്ത് അലോയ് വീലാണ്. പിന്നെ പഴയ ഷേപ്പ് വണ്ടിയാണെന്നുള്ളൂ. മോഡൽ ഏതാ?
ഇത് 2010 മോഡലാണ്. 10 റീപ്ലേസ് ഉണ്ടോ? അത് കേൾക്കട്ടെ. ഇതില് റീപ്ലേസ്മെന്റ് ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണ്ട് മാറിയിട്ടില്ല. അടിപൊളി. അതായത് 2010 മോഡൽ ഡീസൽ വണ്ടി, നമ്മുടെ ക്വാഡ്രാജറ്റ് എഞ്ചിൻ. പിന്നെന്താ, ഇത് ഡീസലാണ്. പിന്നെ അതുമല്ല, ഇത് പിന്നെ വർക്കോ കാര്യങ്ങളോ ഒന്നും പെൻഡിങ് ഇല്ല, എല്ലാം കറക്റ്റ് ആണ്. അടിപൊളി. സർവീസ് അല്ല, പക്ഷെ എങ്കിലും ഇത് വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. ഇതൊന്നും പറഞ്ഞാൽ ആരും കമ്പനിയൊന്നും കേറ്റൂല. പിന്നെ ഇതിൽ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. പിന്നെ സബ് സിസ്റ്റം ഉണ്ട്. സബ് ഉണ്ട്. പക്ഷെ സാധാ മ്യൂസിക് സിസ്റ്റം ആണ്. സബ് വെച്ചിട്ടുണ്ട്. LD VD-യിലേക്ക് കൺവേർട്ട് ചെയ്തു. 4 ഡോർ വിൻഡോ ഉണ്ടോ? 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ സാധനവും ടയർ പുതിയതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടയറിന് തന്നെ ഏകദേശം ഒരു 10-16,000 രൂപ വില വരും അല്ലേ? അതിന്റെ മുകളിൽ വരും. ഡീസൽ വണ്ടി ആയതുകൊണ്ട് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 2,35,000 രൂപയ്ക്ക് കൊടുക്കും. 2010 മോഡൽ വണ്ടി അല്ലേ? ഓക്കെ. ആരെങ്കിലും നോക്കുന്നുണ്ടെ കോൺടാക്ട് ചെയ്തോളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2,35,000 രൂപ. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ വിൻഡോ ഉണ്ട്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനവും ഉണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ലോ ബഡ്ജറ്റ് വണ്ടി തീരുന്നില്ല കേട്ടോ. ഒരു അൾട്ടോയും കൂടി കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പുതിയ മോഡൽ വണ്ടികൾ കാണിച്ചു തരാം. ഈ അൾട്ടോ ഏതാ മോഡൽ? ഇത് 2003 മോഡലാണ്. 3 ഇതിപ്പോ പുതിയ പേപ്പർ എടുത്താ 2028 വരെ ടാക്സും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇത് AC പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? അല്ലല്ല, AC ഉണ്ട്, പക്ഷെ വർക്കിംഗ് അല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വണ്ടി. സ്റ്റാൻഡേർഡ് വണ്ടി. അതെ. പിന്നെ വേറൊരു കാര്യം പറയാം കേട്ടോ. അതായത് ക്വാളിറ്റി അത്ര വലിയൊരു ബോഡി ക്വാളിറ്റി ഞാൻ പറയില്ല. അത്യാവശ്യം അവിടെ ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് ഒന്നുമില്ല അല്ലേ? ഗ്ലാസ് കാര്യങ്ങളോ ഈ ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല. അടിപൊളി. അതായത് ആവറേജ് വൃത്തിയുള്ളൂ. അതെ, സ്ക്രാച്ചസ് ഉണ്ട്. ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് എടുക്കാനുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞാല് ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയതായിരിക്കും അല്ലേ? ഹെഡ്ലൈറ്റ് ഒക്കെ റിന്യൂവൽ എടുത്തപ്പോ മാറിയതാണ്. ബോണറ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. പിന്നെ ഇത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ സുഖം 28 വരെ പേപ്പർ ഉണ്ടല്ലോ അല്ലേ? വേറെ കാര്യം പറഞ്ഞാൽ 2003 മെയിൻ ഗ്ലാസും ബോണറ്റും മാറാത്ത വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ സീറ്റ് കവറൊക്കെ വൃത്തിയുണ്ട്. കമ്പനി സീറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. ടയർ ഫ്രണ്ട് 2 പുത്തൻ ടയറും ഉണ്ട്. അടിപൊളി. ഫ്രണ്ട് 2 പുതിയ ടയർ. ബാക്കിൽ ഒരു ആവറേജേ ഉള്ളൂ. കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ. AC ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് നന്നാക്കി എടുക്കാം. നിങ്ങൾ ഇഷ്ടം അല്ലാന്നുണ്ടെങ്കിൽ അത് വയനാട്ടിൽ ഇപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. വയനാട്ടുകാരാണ് കൊണ്ടുപോകണമെങ്കിൽ. പിന്നെ ഇത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. 28 പേപ്പർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപയ്ക്ക് കൊടുക്കാം. 28 വരെ പേപ്പറുള്ള ആൾട്ടോ. AC വർക്കിംഗ് അല്ല, പക്ഷെ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് അല്ലേ? നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുത്തായിട്ടോ. കാരണം പഴയ വണ്ടിയാണ്. പിന്നെ റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ ഇടി വന്നിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. 60,000 രൂപയ്ക്ക് അൾട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തത് ഡീസലില് പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് വണ്ടി, ഡസ്റ്റർ ആണ്. ഇത് എനിക്കൊന്ന് 1 ടൺ ആണ് അല്ലേ? 1 ടൺ ആണ്. അതിൽ RX ഹെഡ് ആണ്, ഫുൾ ലോഡ് വരുന്നത്, ഏറ്റവും ടോപ്പ് എൻഡ്. പക്ഷേ RX ഹെഡ് ആണെങ്കിൽ ഇതിനകത്ത് ബട്ടൺ സ്റ്റാർട്ട് വരില്ല കേട്ടോ. ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് ബോണ്ടൊന്നും മാറിയിട്ടില്ലല്ലോ. ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു സാധനവും മാറിയിട്ടില്ല. ഈ ബോണ്ടിന്റെ ആ ഒരു കറക്റ്റ് ലൈൻ ഫിറ്റിംഗ് കണ്ടാ അറിയാം. അതുപോലെ തന്നെ ഈ 12 മോഡൽ ഗ്ലാസ് ആണ്, അതും മാറിയിട്ടില്ല. അലോയ് വീൽസ് ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ 80% മേലെ ഉണ്ട്. 1 ടൺ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 15-നുള്ളിൽ പ്രതീക്ഷ മതി. 15 നോക്കിയാൽ. പിന്നെ കുറച്ച് മെയിൻ്റെനൻസും കൂടുതലായിരിക്കും അല്ലേ? മറ്റുള്ള ഈ 85-നെ അപേക്ഷിച്ചിട്ട് വരുമ്പോൾ മെയിൻ്റെനൻസ് കൂടുതൽ. അതെ. പിന്നെ പവർ വേണ്ടവർ ഇതെടുത്തോ. പവർ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇത് അടിപൊളിയാണ്. ഏത് ഓഫ് റോഡ് ഒക്കെ പോകാനൊക്കെ ആണെങ്കിലും ഉഷാറാണ്. ഇത് എന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 3,80,000 കൊടുക്കാം. 380. 2012 1 ടൺ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. ക്ലീൻ വണ്ടി. RX ഹെഡ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽ അടക്കം വരുന്നുണ്ട്. ടയർ നല്ല കട്ട ടയർ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാര്യമായ പ്രശ്നമില്ല. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അല്ലേ? മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു റീപ്ലേസും ഇല്ല എന്നുള്ളതാണ്. 12 ആണെങ്കിലും കിലോമീറ്റർ പറഞ്ഞില്ല. കിലോമീറ്റർ 1,39,000 ആണ്. അതിൽ മേജർ സർവീസ് കാര്യങ്ങൾ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറിയതാണ്. പെട്ടെന്ന് ഒന്നും പ്രതീക്ഷിക്കട്ടെ. അടിപൊളി. ഇത് നമുക്ക് പിന്നെ ലോൺ എത്ര കയറും? ഇതിന് ലോൺ നമുക്ക് ഒരു 3 ലക്ഷം രൂപയുടെ മുകളിൽ കയറും അല്ലേ? നോക്കിയിട്ട് ഒരു 3.5 ഉള്ളിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ല, 3.5 ഉള്ളിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പൊ ഏകദേശം ഒരു 10,40,000 രൂപ ഉണ്ടെങ്കിൽ ഇതും കൊണ്ടുപോകാം. 380 അല്ല നമ്മൾ 380. അപ്പൊ 30,000 രൂപ മതി കേട്ടോ. 3,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുത്തോളൂ. 1 ടൺ ആണ്, ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ഇനി ഇത് ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. പെട്രോൾ 73 വയനാട് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഓട്ടോ എത്രയാ? ഇത് ഓട്ടം 1.20 ഉണ്ട്. 1.20 പെട്രോൾ ആണ്. പെട്രോൾ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല, ആക്സിഡന്റ് ഇല്ല. പിന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2014 മോഡൽ. 14 പെട്രോൾ സ്വിഫ്റ്റ് ആണോ? നല്ല വൃത്തിയുണ്ട്. ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിലും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 ടയർ പുത്തൻ ടയർ. ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 10,16,000 രൂപ നിങ്ങൾക്ക് ആ ടയറിൽ തന്നെ ലാഭം കിട്ടും. VXI
VXi ആണ്, സാധാ VXi. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗ് വരും. റിമോട്ട് ഒക്കെ വരില്ലേ? റിമോട്ട് എല്ലാം വരും. 2 എയർ ബാഗ് വരും. 2 എയർ ബാഗ് ഉണ്ട് അല്ലേ? 2 എയർ ബാഗ്. VXiക്ക് കോമൺ ആയിട്ട് വരുന്ന 2 എയർ ബാഗ്. ഒരു റീപ്ലേസും ഇല്ലാത്ത ക്ലീൻ വണ്ടി കേട്ടോ. കമ്പനി സർവീസ് ഉണ്ട്. ഈ ടയർ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇനിയിപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞാൽ ആരും പറയേണ്ടതാ, നോക്കിക്കോട്ടോ. കട്ട ടയറാണ്. പിന്നെ പ്രൈസും കൂടി നോക്കട്ടെ. ഇത് നമുക്ക് 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 4 ലക്ഷം രൂപ ഫിനാൻസും കിട്ടും അല്ലേ? 25 രൂപ വേണ്ട കേട്ടോ, നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചും തരും. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ വളരെ കുറഞ്ഞ പൈസക്ക് ലോ ബഡ്ജറ്റ് ആണ് വരുന്നത്. 4,30,25 വരുന്നുള്ളൂ. 2014 സ്വിഫ്റ്റ്, സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഇല്ല, കമ്പനി സർവീസ് ഉണ്ട്, 4 പുത്തൻ ടയർ കൊണ്ടുപോയി ഒന്നും ചെയ്യണ്ട അല്ലേ? ആർക്കെങ്കിലും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പിന്നെ ട്രാക്കും കാര്യങ്ങളവർക്ക് ഫിനാൻസും നമ്മൾ ചെയ്തു കൊടുക്കാം അല്ലേ? 4 ലക്ഷം രൂപ കിട്ടും ഞാൻ പറഞ്ഞു. അപ്പൊ 25 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് പോരെ, നല്ല അടിപൊളി സ്വിഫ്റ്റ് കൊണ്ടുപോകാം. ഒരു പുത്തൻ, അതായത് നിലവിൽ കമ്പനിയിൽ നിന്ന് കിട്ടാത്ത സാധനം, ലോ കിലോമീറ്റർ, ഏറ്റവും ലാസ്റ്റ് മോഡൽ, അവസാനത്തെ വണ്ടികളിലൊന്നാണ്. 2023 മോഡൽ. 23 ആണല്ലേ? ഇതും വയനാട് വണ്ടി തന്നെയാണ്. വയനാട് 73 തന്നെയാണ്. ഇത് സിംഗിൾ ഓണർ ആണ്. 18,000 കിലോമീറ്റർ ഓടിയിൽ. ഫുൾ ഓപ്ഷൻ ആണ്. VXi ആണല്ലേ? അതാകുമ്പോൾ നമുക്ക് 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് വരും. 2 എയർ ബാഗും വരും. 2 എയർ ബാഗും വരും. പിന്നെ ലോക്ക് കീ ഒക്കെ എന്ന് പറയുന്നത് സാധാരണ സ്വിഫ്റ്റിനൊക്കെ വരുന്ന മോഡൽ. കീ വരും. എനിക്ക് തോന്നുന്നു ഡ്യൂപ്ലിക്കേറ്റ് കീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെക്കൻഡ് കീ എല്ലാം ഉണ്ട്. അടിപൊളി. പിന്നെ കമ്പനി വാറണ്ടി വരുന്ന വണ്ടിയല്ല. അതെ അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു 25 വരെ വാറണ്ടി ഉണ്ടാവൂലേ? അതെ. അപ്പൊ നല്ലൊരു വണ്ടി ഇപ്പൊ പുതിയത് എടുക്കണം എന്ന് ആഗ്രഹിച്ച് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോരെ. 2 എയർ ബാഗ് അടക്കം വരുന്ന അൾട്ടോ, സിംഗിൾ സ്ക്രാച്ചോ ഒരു റീപ്ലേസും ഒന്നുമില്ല. അടിപൊളി. ഇത് നമുക്ക് റേറ്റ് വരുന്നത് ആകെ 4,35,000 രൂപയ്ക്ക് കൊടുക്കും. 4,35,000 4,35,000 ഈ വണ്ടി കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും കിട്ടും. അടിപൊളി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ ഫുൾ ലോൺ കയറേണ്ടതാണ്. കയറും. പിന്നെ അതുപോലെ ഇത് കമ്പനിയിൽ ഇപ്പം നിലവിൽ ഓൾട്ടോ 800 സ്റ്റോപ്പ് കിട്ടൂല. പിന്നെ 6 ലക്ഷം രൂപയാണ് ഒരു പുതിയ വണ്ടി എടുക്കണമെങ്കിൽ അന്ന് ഇറങ്ങുമ്പോൾ 23. അതെ. ഇപ്പൊ ഈ വണ്ടിക്കാകുമ്പോൾ നമുക്ക് ആകെ വരുന്നത് ഈ 4,33,35,000 രൂപ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. ഫുൾ ലോൺ കിട്ടും കേട്ടോ. അത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും പറയാത്തതുകൊണ്ടാണ്. സാധനം കിട്ടും. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണ്. ഒരു രൂപ ഇല്ലാണ്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു 35,000 രൂപയുടെ ഉള്ളിൽ കൈക്കൊണ്ടാൽ. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കമ്പനി സർവീസ്, കമ്പനി വാറണ്ടി വരുന്നുണ്ട്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ 23 മോഡൽ എന്ത് പറയാനാ? 4 ആർക്കെങ്കിലും വേണേ നോക്കിക്കോ. ഇനി ഫുൾ ലോൺ വണ്ടി, ഇതൊരു ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ബലേനോ അല്ലേ? ബലേനോ ഡെൽറ്റ 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ ഉണ്ട്. അടിപൊളി. പെട്രോൾ ആണല്ലേ? പെട്രോൾ ആണ്. സെക്കൻഡ് RC ഓണർ ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഓട്ടം 1.5 ലക്ഷം കിലോമീറ്റർ ആണ് ഓടി. അതെന്ത് ഓട്ടം ഓടിയത്? അത്യാവശ്യം ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫുൾ ഓണിൽ കൊടുക്കുന്നത്. ഇത് റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നുമില്ല. അതായത് 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഓടാവുന്നതിന്റെ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി ഫുള്ള് ജെനുവിൻ സർവീസ് ആണ്. 10 സർവീസ് ആണ്. ഇതും വയനാട് വണ്ടി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന് വേറൊരു ഗുണം എന്ന് പറയുന്ന ഒരു 18 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് കിട്ടും. പിന്നെ ഇത് ഡെൽറ്റയാണ് വരുന്ന. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എയർ ബാഗ്, ABS, പിന്നെ AC പവർ സ്റ്റിയറിംഗ്, എല്ലാ സാധനങ്ങളും. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. പിന്നെ വേറെ 4 പുത്തൻ ടയറും കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഫുൾ ലോണിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എഞ്ചിൻ വാറണ്ടി ഒക്കെ നമുക്ക് കൊടുക്കാം. ഇതിന്റെ വിലയും കൂടി കേൾക്കട്ടെ. ഇത് നമുക്ക് 5,60,000 രൂപയ്ക്ക് 5,60,000 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. 1.5 ലക്ഷം ഓടിയത് കൊണ്ടാണ് ആ ഒരു വില. 6,5,000 നോർമലി മാർക്കറ്റിൽ 6 ലക്ഷം രൂപ ഇതിന് ലോൺ തന്നെ കിട്ടൂലേ? കിട്ടും. 6 ലക്ഷം രൂപ. നമുക്ക് 5,60,000 നമുക്ക് കൊടുക്കാം. ഇതിപ്പോ ലോ കിലോമീറ്റർ വണ്ടിയാണ്. നമ്മൾ എത്രയ്ക്ക് സാധാരണ വിൽക്കുന്ന വില? ഇതിന് 6,75 ആ റേഞ്ച് വരും. 6,75ഓളം നമുക്ക് വരും. കുറച്ച് കിലോമീറ്റർ വേണം. ഈ 1.5 ലക്ഷം കിലോമീറ്റർ പെട്രോളിൽ ഓടിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പിന്നെ കറക്റ്റ് ജെന്യൂൻ സർവീസും വണ്ടി. അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് ഈ കിലോമീറ്റർ, അതായത് പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി ആയതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അതായത് KL 73C 2858 അതാണ് നമ്പർ. നോക്കിക്കോളൂ, ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതൊക്കെ ഫുൾ ലോണിൽ കൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. 6 ലക്ഷം രൂപ വേണേൽ ലോൺ കയറ്റി തരും. അത് വേറെ കാര്യം. 5,60,000 അതും കുറയും കേട്ടോ. മാക്സിമം അതിന് ഞാൻ നോക്കി ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കും. അടിപൊളി. ഇത് കൊണ്ടിട്ട് ഉപയോഗിക്കട്ടെ. അതെ, അത് മിസ് ചെയ്യണ്ട കേട്ടോ. അത് നോക്കിക്കോളൂ. അത് 5,60,000 നിങ്ങൾ വില പറഞ്ഞിട്ടുള്ളത്. 18-19 വണ്ടി. ഇനി പെട്രോളില് 7 സീറ്റർ. പെട്രോളിൽ ഇരട്ടിക്കാണിത്. ഹൈബ്രിഡ് അല്ലേ? ഇത് ZXi പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. അടിപൊളി. നല്ല ക്ലീൻ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഒരു പോറല് പോലും പറയാനില്ല. ടയർ ഭാഗങ്ങളാണെങ്കിലും ഫ്രണ്ട് 4 പുതിയതാണല്ലോ. 4 പുതിയ ടയറാണ്. 4 പുത്തൻ ടയറും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ ആണ്. മോഡൽ ഏതാ? മോഡൽ 2016 മോഡൽ. 16 ആണ്. റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഒന്നുമില്ല. പക്ഷെ ഇത് 16 ആണെന്ന് കണ്ടാൽ ആരും പറയില്ല കേട്ടോ. അത്രയും വൃത്തിയുണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാ.
ആ ടയർ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ 4 പുത്തൻ ടയറൊന്നും വെറുതെ പറഞ്ഞല്ല. അതെ. പിന്നെ ഇത് ഓട്ടോ എത്രയാ? ഇത് കിലോമീറ്റർ ഓടിയത് 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. ഇത് എന്തായാലും നമുക്കൊരു 15, 16, 17 ഒക്കെ മൈലേജ് കിട്ടൂല, ഹൈബ്രിഡും കൂടി ആയതുകൊണ്ട്. പിന്നെന്താ, ഇതൊരു 16, 17 വരെയൊക്കെ മൈലേജ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൈബ്രിഡ് വണ്ടിയാണ്, അതാണ് 7 സീറ്ററും ആണ്. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി. ഓക്കെ, ഇതിന്റെ പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇത് റേറ്റ് നമുക്ക് 7,10,000 7,10 കൊടുക്കാം. 2016 വണ്ടിയാണ്. കമ്പാരിറ്റീവ്ലി ഓട്ടവും കുറവാണ്, കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് നോക്കേണ്ടത് ഇതിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 7,10 ഫുൾ ടോപ്പ് എൻഡ് ആണ്. ZXi പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി, അലോയ് വീൽസ് എല്ലാം ഉണ്ട്, സെക്കൻഡ് കീ സർവീസ് ഒക്കെ എല്ലാം ഉണ്ട്. നമുക്ക് ലോൺ എത്ര കയറും? ഇതിന് ലോൺ ഏകദേശം ഒരു 6 ലക്ഷം രൂപ ലോൺ. 6.5 കയറും. അപ്പൊ പിന്നെ ചെറിയ പൈസ മതി അല്ലേ? ചെറിയ പൈസയ്ക്ക് നമുക്കൊരു 7 സീറ്റർ വണ്ടി കൊണ്ടുപോകാം. അതായത് അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഒരു 60,000 രൂപയും കൊണ്ട് വരിക. ആ 60,000 രൂപയിൽ എന്തെങ്കിലും കുറച്ചും തരും. ബാക്കി പൈസ ലോൺ വേണേ ലോൺ, റെഡി ക്യാഷ് നിങ്ങളുടെ ഇഷ്ടം അല്ലേ? അതെ. ക്ലീൻ വണ്ടി, ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറയേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെസ്റ്റ് ആൻഡ് റൈഡിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി കാണിച്ചിട്ട്, അവസാനത്തെ വണ്ടി ഒരു പുത്തൻ ന്യൂ ഷേപ്പിലുള്ള i20 പെട്രോൾ അല്ലേ? അതെ. ഓക്കെ, ഇത് ഏതാ മോഡല്? ഇത് 2022 മോഡലാണ്. 22 ആണ്. വളരെ ലോ കിലോമീറ്റർ. 16,000 കിലോമീറ്റർ ആകെ ഓടിയുള്ളൂ. 16 ഓടിയിട്ടുള്ളൂ. ഒരു 16 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ, കമ്പനി വാറണ്ടി ഉണ്ട്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. അത് കണ്ടാൽ തന്നെ അറിയാം, ഒന്നും അല്ലെങ്കിൽ അത്രയും പുതിയ മോഡലല്ലേ. വേരിയന്റ് ഏതാ ഇത്? ഇത് മാഗിനാണ് വരുന്നത്. പക്ഷെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? എല്ലാ ഫീച്ചേഴ്സും. ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 8/3/2022 ആണ്. KL73, അതായത് നമ്മുടെ ബത്തേരി രജിസ്റ്റർ ചെയ്ത വണ്ടി തന്നെയാണ്, വയനാട് വണ്ടി തന്നെയാണ്. പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ 4 കമ്പനി വന്ന ടയറാണ്. അതെ. അപ്പൊ എന്തായാലും സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. ഒരു 25,000 സുഖമായിട്ട് ഓടിക്കാം അല്ലേ? 25,000-30,000 കിലോമീറ്റർ വരെ ഓടാം. അതെ. മെയിനായിട്ട് പറയേണ്ടത് ആ ക്വാളിറ്റി ആണ്. അതായത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പുതിയ മോഡൽ വണ്ടിയുടെ എന്ത് ക്വാളിറ്റി മോഡലാണ് അല്ലേ? സിംഗിൾ ഓണറാണ്. ഇതൊക്കെ ഫിനാൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഫുൾ ഓൺ കയറുമല്ലോ അല്ലേ? ഇത് ഏറെക്കുറെ നമുക്ക് ഒരു 6,70,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 6,70,000 കൊടുക്കാം. 6,70,000 നമുക്ക് ഏകദേശം ഒരു 6 ലക്ഷം രൂപയുടെ മുകളിൽ ലോണും ഫിനാൻസും ചെയ്യും. 6,40,000 6 ലക്ഷത്തിന്റെ മേലെ ഒന്നുമില്ല. 6 മേലെ സുഖമായിട്ട് 22 വണ്ടിയല്ലേ? 22 വണ്ടി കിട്ടും. അല്ല, നമ്മൾ മാക്സിമം കുറച്ച് ട്രാക്ക്, ചില ആളുകൾക്ക് നമുക്ക് ട്രാക്ക് അത്ര ഉണ്ടാവില്ല. അപ്പൊ ലോൺ കൂടുതൽ കയറില്ല. അതിന്റെ പ്രശ്നങ്ങൾ. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഈ ട്രാക്ക് ഇല്ലാത്തവരാണെങ്കിലും പ്രൊഫൈൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി ഇവിടെ ഹോൾഡ് ആയി പോകും അല്ലേ? അതെ. അപ്പൊ ഏകദേശം മൂപ്പര് ഒരു ഐഡിയപരമായിട്ടാണ് പറയുന്നത്. കാരണം 70,000 രൂപ കൊണ്ട് വരുന്ന ഒരാൾക്ക് എങ്ങനെയാലും ഇത് കൊടുത്തുവിടാം. ഇപ്പൊ മാക്സിമം ഒരു ഫുൾ ഓൺ ഒക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകും ചെയ്യാം, പേടിക്കണ്ട. പിന്നെന്താ, ഇത് ഈ ന്യൂ മോഡലിന് ഏകദേശം കമ്പനിയിൽ പുതിയതിന് വരുന്നത് 9 ലക്ഷം രൂപ വിലയുണ്ട്. ഏകദേശം 2-2.5 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നു. ആകെ 16,000 ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടി പോലും കഴിഞ്ഞിട്ടില്ല. 22 വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 25 വരെ വാറണ്ടി ഉണ്ടാവും. അതെ. ഇതൊക്കെ ഒരു ഫ്രഷ് വണ്ടി എടുക്കുന്ന ഒരാൾക്ക് കൊണ്ടുപോകണ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതായത് 2-2.5 ലക്ഷം രൂപയ്ക്ക് വില ഉള്ളവർക്ക്. അതെ, ഒരുപാട് പൈസ ഒന്നുമില്ല. നമുക്ക് വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ വണ്ടി എടുക്കണം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സെക്കൻഡ് ഓണർ ആവുന്നേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. ക്ലീൻ വണ്ടി 6,70,000 രൂപയ്ക്ക് 6 ലക്ഷം രൂപയുടെ മുകളിൽ കൺഫേം ലോണും കയറും കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് നോക്കിക്കോട്ടെ അല്ലേ? പിന്നെ തീർച്ചയായും രജിബേട്ടൻ്റെ നമ്പർ ഞാനിത് ഈ മേൽഭാഗത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോന്റെ. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. രജിബേട്ട എക്സാക്ട് ലൊക്കേഷൻ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തോ. നമ്മൾ വരുന്നത് ശരിക്കും വയനാടാണ് സ്ഥലം. വയനാട് വടുവഞ്ചാല് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം ഊട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടുന്ന് ബത്തേരി ഊട്ടിയൊക്കെ മെയിൻ ഹൈവേ ആണ്. അതായത് എക്സാക്ട് പറഞ്ഞാല് വടുവഞ്ചാൽ ടൗണിൽ നിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന ഹൈവേയില് ഓക്സിലിയൻ സ്കൂളിന്റെ തൊട്ട് മുമ്പിലായിട്ട് ടൗണിൽ നിന്ന് ഒരു 300 മീറ്റർ കയറിയാൽ മതി. ഒന്നും നോക്കാനില്ല, വരിക, നോക്കിക്കോളൂ, വണ്ടി എടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് കമ്പനിയിൽ ചെക്ക് ചെയ്യാം, വർക്ക്ഷോപ്പിൽ കാണിക്കാം. ഒന്നും യാതൊരു പ്രശ്നമുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ കമ്പനികളും ഉണ്ട്. അതെ, എവിടെ വേണം ചെക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി നമുക്ക്. ആ ഒരു 20 കിലോമീറ്റർ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു നോക്കാം, കൊണ്ടുപോയി ചെക്കും ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഓൾ കേരള എവിടെ വേണമെങ്കിൽ നമ്മൾ ഡെലിവറിയും ചെയ്തു. അത് ഞാൻ പറയാൻ മറന്നു പോയിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ നിങ്ങൾ മറ്റേ കാസർഗോഡല്ല, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമർക്ക് ഹാപ്പിയാണ് അവര്. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഗ്യാരണ്ടി പറഞ്ഞു. വേറെ കാര്യം പറയട്ടെ, കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ വണ്ടി പോലും കാണാണ്ട് കാശിട്ട് കൊടുത്ത് ഇവർ വീട്ടിൽ വണ്ടി കൊണ്ട് കൊടുത്തപ്പോഴാണ് ആൾക്കാർ വണ്ടി കണ്ടത്. ആ വക പണി നിങ്ങൾ ഇനി കാണിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ
എത്ര വിശ്വാസമാണ്, എത്ര നല്ല വണ്ടിയാന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. അത് എനിക്ക് ഞാൻ പക്ഷെ എപ്പോഴും നമുക്ക് പറയുന്ന ഒരു കാര്യം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇന്നുവരെ വന്നിട്ടില്ല. അല്ല, കാരണം നമ്മൾ കൊടുത്ത വണ്ടികൾക്ക് നമ്മൾ കറക്റ്റ് ഒരു ആൾക്ക് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ ചെറിയ മൈനോട്ട് സ്ക്രാച്ച് ആണ് അതുവരെ നമ്മൾ കാണിച്ചിട്ട് കൊടുക്കുക. അല്ല രജിവേട്ടാ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വരൂല, ഉറപ്പാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുമ്പോൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. കാരണം മലപ്പുറത്താണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ കിട്ടിയ, പക്ഷെ നമ്മൾ തീർച്ചയായും നമ്മളിന് 1 month വാറണ്ടി വരെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും പേടിക്കേണ്ട കേസില്ല. പിന്നെ നമ്മൾ തീരെ മോഡൽ കുറഞ്ഞ വാഹനങ്ങളില്ലേ, അത് മാത്രമേ നമുക്ക് ചെറിയൊരു ഇഷ്യൂസ് വരുള്ളൂ. അല്ലാണ്ട് മോഡൽ കൂടിയ വണ്ടിയൊക്കെ നമുക്ക് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതൊന്നും ചത്ത് കിടന്നോടണം, എവിടെ വേണമെങ്കിൽ നമുക്ക് ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്രയും ഇത്രയും കാണിച്ച വണ്ടികളിൽ ലോ ബഡ്ജറ്റ് ഉണ്ട്, വളരെ ലോ ബഡ്ജറ്റ് ഉണ്ട്, മിഡ് റേഞ്ച് ഉണ്ട്, കുറച്ച് ബഡ്ജറ്റ് കൂടിയ വണ്ടികളുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും രജിവേട്ടനെ കോൺടാക്ട് ചെയ്തോളൂ. എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ.